നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിൽ. ഹിരാക്കുണ്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഹിരാക്കുണ്ട് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ദക്ഷിണ വ്യോമ കമാൻഡന്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്കൻ ഭരണഘടന. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗ. വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗാ നദിയുടെ തീരത്ത്. മൂളാർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ച്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ കംട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ പ്രാബല്യത്തിൽ വന്നത് 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ.
കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വെമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വെമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002. കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് 2002. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1940. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന് പേരിലറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ എന്ന് പേരിലറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപം നടന്ന വർഷം 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കേല. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂർക്കേല. ISRO രൂപീകൃതമായത് 1969. ISRO രൂപീകൃതമായത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചാന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ചൗരി ചൗര സംഭവം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ചിലി. സച്ചിൻ തെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. സച്ചിൻ തെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലായിരുന്നു? കർണാടക, തമിഴ്നാട്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സിയാച്ചിൽ. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിൽ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര.
ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര.